പല സമയത്തും ഈ സ്ട്രെസ്സ് പുറത്തേക്ക് വരുമല്ലോ, അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വരിക. അതായത് പലതരത്തിലുള്ള സ്ട്രെസ് ചിലപ്പോൾ ആങ്കറായിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. നമുക്ക് സ്ട്രെസ് അനുഭവിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് ബാക്കിയുള്ളവരും കൂടി ബാധിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നൊരു ഇത്. അതെ അതെ. അപ്പം ഞാനിതൊരു കുക്കറിനോട് ഉപമിച്ച് പറയുകയാണേ. അതായത് ഇപ്പോൾ ഒരു കുക്കറിനകത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് പൊങ്ങിയ പ്രഷർ അങ്ങ് പുറത്തേക്ക് പോകും. അതെ. ആക്ച്വലി ഈ ആങ്കർ നമ്മൾ പുറത്തേക്ക്, ഇപ്പോൾ ആങ്കർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഒരു ഇമോഷൻ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓൾറെഡി കംപ്ലീറ്റ് ഫില്ലായി കഴിഞ്ഞു. നമ്മുടെ ഉള്ളിലത് ഫില്ലായി കഴിഞ്ഞ് ബാക്കിയുള്ള സാധനം പുറത്തേക്ക് വരുന്നതാണ്, അത് എക്സ്പ്രഷനായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ റൂട്ട് അപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഒരു ആങ്കർ ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമല്ല അവിടെ പ്രശ്നം. ആ ദേഷ്യം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഫില്ലായിട്ടുണ്ട്. പുറത്തേക്ക് വരുന്നത് ഈ ആവി ഇത് നിറഞ്ഞു വരുമ്പോൾ പുറത്തേക്ക് വരുന്ന പോലെ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അത് പുറത്തേക്ക് വരുന്നത് ശരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ റൂട്ടിൽ പോയി ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് പുറത്ത് വരാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആൾക്കൊരു സമാധാനം എന്ന് പറഞ്ഞ ഇതിലേക്ക് ഏത് ഇമോഷനായാലും നമുക്ക് വേണ്ട ഒരു ഇമോഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ.